ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ അഭിസംബോധന ചെയ്യും. തുടർന്ന് 2024-25 കാലയളവിലെ സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. മറ്റന്നാളാണ് കേന്ദ്ര ബജറ്റ്. ശ്രീമതി നിർമ്മല സീതാരാമന്റെ 8ാം ബജറ്റ് അവതരണത്തിനാണ് പാർലമെന്റ് ശനിയാഴ്ച വേദിയാവുക. ബജറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സഭാ നടപടികൾ സുഗമമാക്കുന്നതിന് പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ യോഗത്തിൽ സർക്കാർ തേടി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ. വയനാടിനും വിഴിഞ്ഞത്തിനും പ്രത്യേക സാമ്പത്തിക പാക്കേജും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള മൂലധന നിക്ഷേപ പദ്ധതികളും തൊഴിൽ പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി ഉയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി ഇന്ന് ആകാശവാണിയുടെ ന്യൂസ് സർവീസസ് ഡിവിഷൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രത്യേക ചർച്ചാ പരിപാടി രാത്രി 9:30 മുതൽ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയുടെ റെയിൻബോ, ഗോൾഡ് ചാനലുകളിലും മറ്റ് ഫ്രീക്വൻസികളിലും പരിപാടി കേൾക്കാം. സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രയോജനകരമാകുന്ന പരിഷ്കാരങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. തൊഴിൽ മന്ത്രിമാരുടെയും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സെക്രട്ടറിമാരുടെയും 2 ദിവസത്തെ ദേശീയതല യോഗത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളില്ലാതെ വികസിത ഭാരതം വിഭാവനം ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്രമന്ത്രി S. ജയശങ്കർ. യുവാക്കൾക്ക് വിവിധ മേഖലകളിൽ മികവ് പുലർത്താനുള്ള ക്രിയാത്മക സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും നൽകേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി സർവകലാശാലയിൽ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷകളുടെ ഭാരം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്ന് ജയശങ്കർ ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ കരാറിന്റെ 3ാം ഘട്ടത്തിൽ 3 ഇസ്രയേലികളും 5 തായ് പൗരന്മാരും ഉൾപ്പെടെ 8 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. അതേസമയം കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കേണ്ട 110 പലസ്തീൻ തടവുകാരുടെ മോചനം ഇസ്രായേൽ അധികൃതർ വൈകിപ്പിച്ചതായി റിപ്പോർട്ട്. ഇവരെ ഉടൻ മോചിപ്പിക്കുമെന്ന് ഈജിപ്ഷ്യൻ അധികൃതർ അറിയിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായത്തിന് അർഹരായ ഗുണഭോക്താക്കളുടെ ആദ്യ പട്ടിക 2 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. അടുത്ത മാസം തന്നെ 2ാമത്തെ ലിസ്റ്റും പുറത്തിറക്കുമെന്നും മന്ത്രി വയനാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദുരന്തത്തിൽപ്പെട്ട ഒരാളെയും സർക്കാർ ഉപേക്ഷിക്കില്ലെന്നും അക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇരട്ട സ്വർണം. നീന്തൽ 200 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ ഹർഷിത ജയറാമും 45 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ സുഫ്ന ജാസ്മിനുമാണ് കേരളത്തിനായി സ്വർണ്ണ നേട്ടം സമ്മാനിച്ചത്. റഗ്ബിയിലും വോളിബോളിലും കേരളത്തിന്റെ വനിതാ പുരുഷ ടീമുകൾ ക്വാർട്ടറിൽ കടന്നു. ഖോ-ഖോ പുരുഷ വിഭാഗത്തിൽ ഉത്തരാഖണ്ഡിനെയും ഫുട്ബോളിൽ മണിപ്പൂരിനെയും കേരളം പരാജയപ്പെടുത്തി. പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ് കേരളം. കർണാടകയും മണിപ്പൂരും മഹാരാഷ്ട്രയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. സംസ്ഥാനത്ത് നിന്നും കുഷ്ഠരോഗത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അശ്വമേധം 6.0 ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ഏറ്റവും കുറവ് കുഷ്ഠരോഗികളുള്ള സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് 2 വയസ്സുള്ള കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ പോലീസിന് മുന്നിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയിരുന്നു. കുട്ടിയുടേത് മുങ്ങി മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC മത്സരം പുരോഗമിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മുന്നിലാണ്. രഞ്ജി ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് 1ാം ഇന്നിംഗ്സിൽ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ബീഹാറിനെതിരെ കേരളം 9 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസ് നേടി. സൽമാൻ നിസാർ പുറത്താകാതെ നേടിയ സെഞ്ചുറിയുടെ പിൻബലത്തിലാണ് കേരളം ഭേദപ്പെട്ട സ്കോർ നേടിയത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4ാം മത്സരം നാളെ. പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടന്ന 3ാം മത്സരത്തിൽ 26 റൺസിന് ഇംഗ്ലണ്ടിനായിരുന്നു ജയം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലൻഡ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിലെ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത്, ശങ്കർ സുബ്രഹ്മണ്യൻ എന്നിവർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഹോങ്കോങ്ങിന്റെ ജേസൺ ഗുണവിനെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. ഇന്തോനേഷ്യൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് സുബ്രഹ്മണ്യൻ ക്വാർട്ടറിൽ പ്രവേശിച്ചത്. സംസ്ഥാനത്തെ ജനുവരി മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 4 വരെ നീട്ടിയതായും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം 6-ന് ആരംഭിക്കുമെന്നും മന്ത്രി GR അനിൽ ഫെബ്രുവരി 5-ാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.